നമസ്കാരം. നമ്മയെല്ലാം ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് ബിന്ദുവിന്റെ മരണം. ഇപ്പോഴിതാ ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. മകൻ നവനീതിന് സർക്കാരിൽ ജോലി നൽകുവാനും തീരുമാനമായിട്ടുണ്ട്. വീട് നിർമ്മിച്ചു നൽകുവാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സയും ഇതിനകം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തു. നേരത്തെ ബിന്ദുവിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുവാൻ നാഷണൽ സർവീസ് സ്കീം തീരുമാനിച്ചിരുന്നു. ബിന്ദുവിന്റെ മകൻ നവനീതിന് ദേവസ്വം ബോർഡിലാണ് ജോലി നൽകുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മന്ത്രിസഭ ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നത്. അതേസമയം തന്നെ ബിന്ദുവിന്റെ കുടുംബത്തിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച ധനസഹായമായ 5 ലക്ഷം രൂപ ചാണ്ടി ഉമ്മൻ MLA കൈമാറിയിട്ടുണ്ട്. ബിന്ദുവിന്റെ മകളുടെ അക്കൗണ്ടിലേക്കാണ് പണം നൽകിയിരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ ഫൗണ്ടേഷന് OICC റിയാദ് സെൻട്രൽ കമ്മിറ്റിയാണ് പണം നൽകിയത്. ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായവുമായി ബിന്ദു ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമയും രംഗത്ത് വന്നിരുന്നു. ജൂലൈ 3-നാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാർഡിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടം ഉണ്ടാകുന്നത്. രോഗിയായ മകൾക്ക് കൂട്ടിരിക്കുവാനായി ആശുപത്രിയിലെത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു കെട്ടിടത്തിനടിയിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു. JCB എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 14-ാം വാർഡിന്റെ ഒരു കെട്ടിടമായിരുന്നു ഇടിഞ്ഞു വീണത്. അപകടത്തിൽ 2 പേർക്ക് ചെറിയ പരുക്കും ഉണ്ടായിരുന്നു.